കൊമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് സ്പെഷ്യൽ ആസ്പെക്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടാണ്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം സ്പെഷ്യൽ ആക്സെപ്റ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്. അതായത് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ടിൻ്റെ സ്പെഷ്യൽ ആക്സെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്നത് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Generally, there is no difference between the account of sole trading concern and a partnership concern. അതായത് പാർട്ട്ണർഷിപ്പ് കൺസേണും സോൾ ട്രേഡിങ്ങിന് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. There are certain special accepts applicable to partnership account. അതായത് certain കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് applicable ആയിട്ട് വരുന്നത്. Account which require a special mention, സ്പെഷ്യലായിട്ട് മെൻഷൻ ചെയ്യും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, മെയിൻ്റെനൻസ് ഓഫ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്ണർ. അതായത് പാർട്ട്ണറിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുക. ഇപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ തന്നെ പൈസ ഇട്ട് നമുക്കറിയാം എത്ര പൈസ ഇട്ടിട്ടുണ്ട് എന്തുവാനൊക്കെ. നമുക്ക് ആ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. പാർട്ട്ണർ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. ഇത്ര പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് കാണിക്കണം. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എമോങ് ദ പാർട്ട്നേഴ്സ്. അതായത് പ്രോഫിറ്റും ലോസും ഒക്കെ പാർട്ട്നേഴ്സ് തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതും കാണിക്കേണ്ടി വരും കണക്ക്. സോളാകുമ്പോൾ അത് കാണിക്കേണ്ടി വരത്തില്ല. ബിക്കോസ് എന്തൊന്നുമില്ല, അയാൾ മാത്രം സഹിച്ചാൽ മതിയല്ലോ, ബാക്കി പാർട്ട്നേഴ്സ് ഒന്നും ഇല്ലല്ലോ ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ഷെയർ ചെയ്യാനായിട്ട്. ഇപ്പോൾ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഷെയർ ചെയ്യണം. അപ്പോൾ അത് കൃത്യമായിട്ട് കണക്ക് കാണിക്കണം. എത്ര പേര് എത്ര ലോസാണ് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ പ്രോഫിറ്റാണ് ഷെയർ ചെയ്തതെന്ന് കാണിക്കണം. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ റോങ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ദി പാസ്റ്റ്. അതായത് പാസ്റ്റിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണേ, പ്രസൻ്റ് അല്ല, റോങ് ആയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവർ ഷെയർ ചെയ്യേണ്ടി വരും. പിന്നെ റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. റീകൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ റീകൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ പുനഃസ്ഥാപിക്കലും ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ വരുവാണെങ്കിൽ അതും. പിന്നെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. അതായത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് വെച്ചാൽ പാർട്ട്ണറിനെ പാർട്ട്ണർഷിപ്പിന് പിരിച്ചുവിടാനായിട്ട്. അപ്പോൾ അതും ഇതിൽ അപ്ലിക്കബിൾ ആണ്. മറ്റേതിൽ സോൾ പ്രൊപ്പർട്ടിയിൽ അത് വരത്തില്ല. ആരെയും പിരിച്ചുവിടേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അവർ തന്നെയാണ് എന്തായാലും നഷ്ടമല്ല ലാഭമല്ല അവർ മാത്രം സഹിച്ചത്. നമ്മൾ എല്ലാ പാർട്ട്നേഴ്സും സഹിക്കണം. സോ അപ്പോൾ അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഓഫ് ദി എബോവ് ഫസ്റ്റ് 3 ആർ ടേക്കൺ അപ്പ് ഇൻ ദി ചാപ്റ്റർ. ദ റിമൈനിങ് ആർ ഗിവൺ ഇൻ ദി സബ്സിക്വൻറ്റ് ചാപ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ അതില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇങ്ങനെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിന് റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിന് ഞാൻ റിപ്ലൈ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ്, മോട്ടിവേഷൻ, ഗ്രാമർ ഈ 3 ക്ലാസ്സുകളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ആ ചാനലൊന്ന് കണ്ടു നോക്കുക. അതിൽ ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കമൻറ്റിലായിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ നമ്പറിലേക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. സോ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അക്കൗണ്ടൻസി പഠിക്കാൻ താല്പര്യമുള്ളവർ എന്നെ ആ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്പർ വന്നിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അപ്പോൾ നിങ്ങൾക്ക് വിളിച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വേണ്ടി ക്ലാസ്സുകൾ വന്നിട്ട് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടുമുള്ള ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ, സീ യു.